ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് പാചകവും ടിപ്സും ഒന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിന് സോപ്പ് മോൾഡോ ഒന്നുമില്ലാതെ തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് സോപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. ഈ സോപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പിയേഴ്സ് സോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പിയേഴ്സ് സോപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോപ്പ് എടുത്താലും മതി കേട്ടോ. ഞാൻ ഇവിടെ ഒരു പിയേഴ്സ് സോപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ആ ഒരു കവറെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പിയേഴ്സ് സോപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ഇതിലേക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയും മഞ്ഞളുമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കറ്റാർ വാഴ, നല്ലൊരു വലിയ കറ്റാർ വാഴ അത് എടുത്ത് അതിൻ്റെ കറയൊക്കെ മാറ്റി വെച്ചതാണ്. എങ്കിലും ഞാൻ കുറച്ച് നേരം കൂടി നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം അതിനെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. നമ്മൾ കറ്റാർ വാഴ എടുത്ത് ഉടൻ തന്നെ അത് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ആ ഒരു മഞ്ഞ ദ്രാവകം പോലത്തെ ഒരു കറയുണ്ട്, അതെല്ലാം കളഞ്ഞ ശേഷം വേണം നമ്മൾ ഇതിനെയൊക്കെ എടുക്കാൻ. അപ്പോൾ അതിനുശേഷം ആ മുള്ളുള്ള ഭാഗം എല്ലാം ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ പിറം തൊലി എല്ലാം നീക്കി അതിൻ്റെ അകത്തുള്ള ആ ജെല്ല് മാത്രം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം നല്ല ഔഷധ ഗുണമുള്ള സോപ്പാണ്. കാരണം നമ്മൾ വീട്ടിലുള്ള കറ്റാർ വാഴയും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ ഉപയോഗിച്ചാണ് ഈ സോപ്പ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ ആ പുറം തൊലിയെല്ലാം കളഞ്ഞ ശേഷം നല്ല കട്ടിയായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു അകത്തുള്ള ജെല്ലെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കറ്റാർ വാഴയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ നല്ല നല്ല സോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പച്ച മഞ്ഞളാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അത് ഒരു തുണിയിൽ വെച്ച് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ അരിപ്പയിലേക്ക് വെച്ച് അരിച്ചെടുത്ത്, ഒരു തുണിയിലാണെങ്കിൽ, ഒരു കോട്ടൺ തുണിയിലാണെങ്കിൽ ഒട്ടും തന്നെ പൊടിയോ ഒന്നും വീഴാതെ തന്നെ നല്ലതുപോലെ ജ്യൂസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം അടിച്ച് അതിൻ്റെ ജ്യൂസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ അരിച്ച ശേഷം 2-3 പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ പിയേഴ്സ് സോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇവിടെ സോപ്പ് ഉണ്ടാക്കാൻ മോൾഡൊന്നും ഉപയോഗിക്കില്ല. ഒരു ചെറിയ സ്റ്റീൽ കിണ്ണങ്ങളിലാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് അലിയിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഈ സോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് ഒന്ന് ചൂടായ ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ചാണ് ഞാൻ ഇതിനെ അലിയിച്ചെടുക്കുന്നത്. നല്ലതുപോലെ പെട്ടെന്ന് തന്നെ സോപ്പ് അലിഞ്ഞ് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ അലിഞ്ഞ ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മഞ്ഞളും അതുപോലെ തന്നെ കറ്റാർ വാഴയും കൂടി അടിച്ചത്, അതിൽ ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെയാണ് അടിച്ചെടുത്തത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ അലിഞ്ഞ ശേഷം മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇവിടെ തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം അലിയിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കറ്റാർ വാഴയുടെ ജ്യൂസാണ് കൂടുതൽ ഇതിൽ ചേർത്തിരിക്കുന്നത്, അല്ലാതെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മഞ്ഞൾ ചേർത്തപ്പോൾ തന്നെ നല്ല കറുത്ത കളറായിട്ടുണ്ട്, നല്ല കടും കളറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. ഇതിവിടെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. സ്റ്റീൽ പാത്രത്തിൽ വീത്തണോണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എണ്ണ തടവി പാത്രം വച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമുക്കിത് കുറച്ച് വിധം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര അളവാണ് വേണ്ടത് ആ അളവിൽ നമുക്ക് വീഴ്ത്തി കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 3 പാത്രത്തിലാക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കുറച്ച് അളവിലാണല്ലോ ചെയ്തത്. നമ്മൾ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അളവിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 3 പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 4 മണിക്കൂർ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. തണുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും. ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളിത് വയ്ക്കണം കേട്ടോ.
ഇതിവിടെ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പിയേഴ്സ് സോപ്പിൻ്റെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ചെറിയ കത്തിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ മോൾഡിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടി. ഇത് നമ്മൾ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ സ്റ്റീൽ പാത്രത്തിൽ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് പതയുമെന്ന് അറിയാമല്ലോ. നല്ലതുപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് വെള്ളം തൊട്ടൊന്ന് തേച്ചേക്ക്. നല്ല മഞ്ഞയൊക്കെ നിറയെ ചേർത്തിട്ടുള്ള സോപ്പായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കാവുന്ന നല്ല സോപ്പാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പതയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ കൂടുതൽ ചെയ്താൽ മതി കേട്ടോ. മഞ്ഞ, അതുപോലെ തന്നെ കറ്റാർവാഴ, തുളസിയില ഇതൊക്കെ കൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ സോപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.